ടൈമിംഗ് ഡയഗ്രാം. എന്താണ് ടൈമിംഗ് ഡയഗ്രാം? ടൈമിനനുസരിച്ച് സിഗ്നൽസിൽ, അതായത് കൺട്രോൾ സിഗ്നൽസിൽ എന്തെങ്കിലും ചേഞ്ചസോ വേരിയേഷൻസോ വരുന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ടൈമിംഗ് ഡയഗ്രാം. അതായത് ഹൈ ആവുന്നുണ്ടോ ലോ ആവുന്നുണ്ടോ സിഗ്നൽ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ ഡിഫറെൻറ്റ് സിഗ്നൽസ് ആണ് കാണിക്കുക. വിത്ത് ഹൈ ആൻഡ് ലോ വാല്യൂസ് ഉള്ള സിഗ്നൽസ് ആണ് വെർട്ടിക്കൽ ആക്സിസിൽ കാണിക്കുക. അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ടൈമും ആണ് കാണിക്കുക. അതുകൂടാതെ അഡ്രസ് ബസ്സിലും ഡാറ്റ ബസ്സിലുമുള്ള വാല്യൂസ് അതും അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ അതിൻ്റെ എക്സിക്യൂഷൻ്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് എന്തിൽ കാണാൻ പറ്റും? ടൈമിംഗ് ഡയഗ്രത്തിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് പറയാം. കൂടാതെ ഓരോ ക്ലോക്ക് സൈക്കിളിലും മൈക്രോ പ്രോസസ്സറിന് അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ടൈമിംഗ് ഡയഗ്രാം വെച്ചിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ വേറെ ഒരു ഡെഫിനിഷൻ പറയാമെന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ട് ലെവലായിട്ടുള്ള മൈക്രോ പ്രോസസ്സറിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുള്ള മൈന്യൂട്ട് ലെവലായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതാണ് എന്ത് ടൈമിംഗ് ഡയഗ്രാം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മൈന്യൂട്ട് ലെവൽ എക്സാമിനിങ് ആണ് നമുക്ക് ടൈമിംഗ് ഡയഗ്രാം വെച്ചിട്ട് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ വരുന്ന കൺട്രോൾ സിഗ്നൽസ് ഹൈ ഓർഡർ അഡ്രസ് ബസ്, ലോ ഓർഡർ അഡ്രസ് ബസ്, ALE, അങ്ങനെ ഡിഫറെൻറ്റ് റീഡ് റൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ പിൻ ഡയഗ്രാം പഠിച്ചപ്പോൾ 8085ൻ്റെ പിൻ ഡയഗ്രാം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സിനെ കുറിച്ചും എല്ലാ പിൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഹൈ ഓർഡർ അഡ്രസ് ബസ് എന്തായിരുന്നു? അഡ്രസ് ബസ് A0 to A15 അഡ്രസ് ബസ് ഉണ്ടായിരുന്നു. D0 to D7 ഡാറ്റ ബസ്സും ഉണ്ടായിരുന്നു അല്ലേ. അതിൽ അഡ്രസ് ആൻഡ് ഡാറ്റ ബസ് മൾട്ടിപ്ലക്സ് ചെയ്തിട്ടും നമുക്ക് കൊടുക്കാമായിരുന്നു. ലോ ഓർഡർ അഡ്രസ് ബസ്സിൻ്റെ കൂടെ ഡാറ്റ ബസ്സും മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് കൊടുക്കാമായിരുന്നു അല്ലേ. അതിൽ ഹൈ ഓർഡർ അഡ്രസ് ബസ് എന്ന് പറയുമ്പോൾ A8 to A15 ആണ് ലോ ഓർഡർ അഡ്രസ് ഓർ ഡാറ്റ ബസ് എന്ന് പറഞ്ഞാൽ. D0 to D7 ആണ്. അത് നമ്മൾ പിൻ ഡയഗ്രാം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ 2000H എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ഹൈ ഓർഡർ 2000 വേണ്ട 2020 എന്ന് പറയുന്ന 20H എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 20 എന്ന് പറയുന്നത് ഒരു ഹൈ ഓർഡർ ബിറ്റാണ്. അതുപോലെ ദെൻ സെക്കൻഡ് വരുന്ന 20 അതെന്താണ്? ലോവസ്റ്റ് ഓർഡറുമാണ് അല്ലേ. അതിൽ ആദ്യത്തെ 20 A8 to A15 ആണ് ക്യാരി ചെയ്യുക. അതുപോലെ ദെൻ നെക്സ്റ്റ് വരുന്ന 20H എന്താണ്? AD0 to AD7 ക്യാരി ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റ ക്യാരി ചെയ്യുന്നതും AD0 to AD7 ചെയ്യുക. ഓക്കെ, ദെൻ ALE എന്ന് പറഞ്ഞാൽ അഡ്രസ് ലാച്ച് എനേബിൾ. ഇത് ഇപ്പോൾ AD0 to AD7 ഡാറ്റ AD7 to AD0 to AD7 ക്യാരി ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AD0 to AD7 ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ALE 0 ആയിരിക്കും. അതുപോലെ AD0 to AD7 അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ലോവർ 8 ബിറ്റ്സ് ആണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ALE ഹൈയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ALE, അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALE യൂസ് ചെയ്യുന്നത്. അഡ്രസ്സോ ആവാം അല്ലെങ്കിൽ ഡാറ്റയോ ആവാം. അഡ്രസ്സ് ആണെങ്കിൽ ALE ഹൈ ആയിരിക്കും, ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ALE ലോ വാല്യൂ ആയിരിക്കും. ദെൻ റീഡും റൈറ്റും ഇത് പിൻ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തപ്പോൾ റീഡിൻ്റെയും റൈറ്റിൻ്റെയും മുകളിലായിട്ടൊരു ബാർ ഉണ്ടായിരുന്നു. റീഡും റൈറ്റും ആക്റ്റീവ് ലോ സിഗ്നലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റീഡ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ റീഡ് എന്ന് പറയുന്ന പിൻ എന്തായിരിക്കും? ലോ ആയിരിക്കും. അതുപോലെ റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്തും അത് ലോ ആയിരിക്കും. ദെൻ പ്രോസസ്സർ വർക്ക് ഇൻ സിങ്ക്രണൈസേഷൻ വിത്ത് എ പീരിയോഡിക് സിഗ്നൽ കോൾഡ് ക്ലോക്ക് സിഗ്നൽ. ഒരു ക്ലോക്ക് സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. കൂടാതെ പാർട്ട് ഓഫ് എനി ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് വൺ ടൈം പീരീഡ് ഓഫ് ദിസ് ക്ലോക്ക് സിഗ്നൽ ഈസ് നോൺ ആസ് ഡേ സ്റ്റേറ്റ്. അതായത് ഈ ക്ലോക്ക് സിഗ്നലിൻ്റെ ഒരു ടൈം പീരീഡിൽ
ഒരു ഓപ്പറേഷൻ്റെ എന്ത് ഓപ്പറേഷനാണോ നമുക്ക് പെർഫോം ചെയ്യേണ്ടത് ആ ഒരു ഓപ്പറേഷൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ആണ് അവിടെ നടക്കുക. അതിനെയാണ് ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പാർട്ട് എത്ര പാർട്ട് നടന്നു എന്നുള്ളതാണ് എന്ത് ടി സ്റ്റേറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടി സ്റ്റേറ്റിന് നമുക്ക് ഒരു ടൈം ഓഫ് 1 ക്ലോക്ക് പീരീഡ് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ദ എക്സിക്യൂഷൻ ഓഫ് എനി ഇൻസ്ട്രക്ഷൻ, ഏതൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും 2 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. നമുക്കറിയാം എന്താണ് ഫെച്ചും എക്സിക്യൂട്ടും. അതിൽ ടൈം റിക്വയർഡ് ടു ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ, ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ആവശ്യമായ ടൈമിനെ പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ് എന്ന് പറയും. അതായത് എത്ര ടി സ്റ്റേറ്റ് വേണം ഒരു ഇൻസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് ഫെച്ചും എക്സിക്യൂഷനും ഒക്കെ നടക്കാൻ വേണ്ടി എത്ര ടി സ്റ്റേറ്റ് വേണം, അതിനെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടി സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ടൈം, അതിനെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് ഓഫ് റീഡിങ് ദ കോഡ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഈസ് കോൾഡ് ഫെച്ച് സൈക്കിൾ. പ്രോസസ് ഓഫ് റീഡിങ് ദ കോഡ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്, അതായത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്തെടുക്കണ്ടേ, അതായത് എന്ത് ഓപ്പ് കോഡ് എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത് ആ ഒരു ഓപ്പറേഷൻ്റെ ഓപ്പ് കോഡ് റീഡ് ചെയ്തെടുക്കണമല്ലോ, അതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എക്സിക്യൂഷൻ സൈക്കിളും പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ സൈക്കിളും പറഞ്ഞു, ഫെച്ച് സൈക്കിളും പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? അപ്പോൾ എക്സിക്യൂഷൻ സൈക്കിളാണ്. ഇത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സാണ് എക്സിക്യൂഷൻ സൈക്കിൾ. മെമ്മറി ആസ് ചെയ്യാം, ഒരു മൈക്രോ പ്രോസസ്സറിന് മെമ്മറി ആസ് ചെയ്യാനും IO ഡിവൈസ് ആസ് ചെയ്യാനും എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയാം. മെമ്മറി ആസ് ചെയ്യാൻ അല്ലെങ്കിൽ IO ഡിവൈസ് ആസ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണെന്ത് മെഷീൻ സൈക്കിൾ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.